പ്രിയപ്പെട്ടവരെ ഒരു കുളം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കുളം എന്താ ഒരു കുളം ഇത്ര പ്രത്യേകത നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു കുളമാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് വരുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഷാഫി പറമ്പിലിന്റെ തറവാട് വീടാണ്. ഈ കുളത്തിൽ അദ്ദേഹം കുളിക്കുന്ന കുറേ വീഡിയോകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അത്ര നേരാക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പം അത് നല്ല അടിപൊളിയാക്കിയിട്ട് ഒരു വ്യക്തി നേരാക്കിയതാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. അതാ ഞാൻ അധികം പറയില്ല. നമ്മുടെ ഷാഫിക്കാടെ ഷാനവാസ്ക ഇവരെ തറവാട് കുളമാണ്. പറമ്പിലെ തറവാട് കുളമാണ്. ഇവർക്ക് എന്താ പറയാനുള്ളത്? നമ്മള് തറവാട്ടിലാണ് ഇപ്പൊ ഈ കുളം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. പിന്നെ കൃഷി ഒക്കെ ആയിട്ടുള്ള പരിപാടിയാണ് എനിക്ക്. ഇതിന്റെ എഞ്ചിനീയർ ആണ് ഈ നിൽക്കുന്നത്. അതിലിവര് ഇത് ഒറ്റക്ക് പണിത വ്യക്തി എന്നുള്ള പേര് കുഞ്ഞിപ്പാക്കാനെ നമ്മളെ മുത്താണിക്കുഴയാണ് എല്ലാരും അറിയിക്കാറും. അപ്പോ കുഞ്ഞിപ്പാക്കയുടെ ഒറ്റക്കുള്ള ഒരു പ്രയത്നം അല്ലെ, ഒറ്റയാൾ പോരാട്ടം, അതാണ് ഈ കുളത്തിന്റെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പൊ ഈ കുളം ഭയങ്കര രസമായി. ഇതിന്റെ മുന്നത്തെ കുളത്തിന്റെ ഫോട്ടോ ഞാൻ അതിലൊപ്പം വെക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കുളത്തിന്റെ ഒരു ഭംഗി എന്താണ്, ആദ്യത്തെ എന്തായിരുന്നു എന്നുള്ളത്. ഇതിന്റെ തൊട്ടന്നെയാണ് ഷാഫി പറമ്പിൽ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു തണ്ണിമത്തന് ഒരു കൃഷിയൊക്കെ ആയിട്ട് അതിന്റെ വിളവെടുപ്പൊക്കെ അത് ഭയങ്കര വൈറലായിരുന്നു. അപ്പൊ എന്താ പറയാനുള്ളത്? അല്ല, ഞാൻ എന്റെ പരമാവധി അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതിന് ഞാൻ കരുതുന്നത്. അതിന്റെ ഫുള്ള് ക്രെഡിറ്റ് എഞ്ചിനീയർ, പ്ലാനിങ്, ഡിസൈനർ എല്ലാം നാഫി പറമ്പിലാണ്. അവനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൊത്തം. അവൻ ഡിസൈൻ ചെയ്തിട്ട് ഇത് ഇന്നമാതിരി ചെയ്യാൻ പറഞ്ഞു. അതിന് ഞാൻ എന്റെ പരമാവധി ചെയ്തിട്ടുണ്ട് എഴുതുന്നു. കാരണന്മാരായിട്ട് കുളത്തിലേക്ക് കുളിച്ചിട്ട് ജീവിച്ചിരുന്നു പണ്ട് മുതൽ. വാപ്പയും അവരൊക്കെ എല്ലാരും അങ്ങനെയായിട്ട് പെണ്ണുങ്ങളൊക്കെ കുളത്തിൽ വന്ന് കുളിക്കല് തിരുമ്പലൊക്കെ കുളത്തിലായിരുന്നു. അതില് കുറച്ച് കാലമായിട്ട് നിർത്തി. ഇപ്പൊ പുതിയ കുഞ്ഞിപ്പോ കുളം ഉണ്ടാക്കി തന്നെ നാഫി എഞ്ചിനീയറും കൂടി കുളം ഉണ്ടാക്കി തന്നപ്പോ എല്ലാരും ഇപ്പൊ കുളത്തിൽ ഒരുപാട് സന്തോഷം. ഷാഫി അടക്കം കുളത്തിൽ വന്ന് ചാടൽ തുടങ്ങി. ഷാഫി ഇവിടെ വന്നാൽ എന്തായാലും വരും. ഷാഫി പറമ്പില് നാട്ടിൽ വന്നാൽ എന്തായാലും കുളത്തിൽ വരും. പിന്നെ ഏത് സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചാലും ഈ കുളത്തിൽ കുളിക്കുന്ന സുഖം കിട്ടും. വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അതിന്റെ ഒരു ഫിൽറ്റർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ട് ഈ നാച്ചുറൽ ആയിട്ടുള്ള കുളത്തിൽ കുളിക്കുന്ന ഒരു സുഖം എന്താണെങ്കിലും നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചാൽ കിട്ടൂല. ഇതിന്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എന്താ, ഈ കുളത്തില് കുട്ടികൾക്ക് വേറെ സെക്ഷൻ ഉണ്ടാവില്ല. സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും വലിയ വലിയ റിസോർട്ടുകളിലൊക്കെ, വലിയ സ്വിമ്മിംഗ് പൂളിലൊക്കെ കുട്ടികൾക്ക് വേറെ അതിന്റെ ഡെപ്ത് കുറഞ്ഞതും അങ്ങനെ ഏരിയ ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് കുളത്തിൽ കൊണ്ടുവന്നതാണ് എനിക്ക് ഇഷ്ടമായി. കാരണം ഒരു വീടാകുമ്പോ പിന്നെ ഫാമിലിയിൽ കുട്ടികളുണ്ടാവും, വലിയവർക്ക് എല്ലാവർക്കും കുളിക്കാൻ പറ്റണം. അതാണ് എനിക്ക് ഇഷ്ടമായി. നീന്താനും പഠിക്കും ചെയ്യാം. ചേർത്തിട്ട് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തെടുത്താണ്. പിന്നെ നാച്ചുറൽ ആയിട്ട് കട്ട വെച്ചിട്ടേ ഇത് കുറച്ചുകൂടി പണി കണ്ണൂരിന്ന് കൊണ്ടുവന്നാണ് വെട്ടല് മൊത്തം ഇതിന് വേണ്ടിട്ട്. കുറച്ചുകൂടി പണി കഴിയാണ്ടല്ലേ, ഹാൻഡ് റെയിലൊക്കെ വെക്കാം. ഹാൻഡ് റെയിൽ വർക്ക് കൂടെ ചെയ്യാനുള്ളൂ, അത് മാത്രമേ ചെയ്യാനുള്ളൂ. പിന്നെ മോൾ ഭാഗത്ത് കുറച്ച് ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഷാഫി ഇടക്കിടക്ക് വീഡിയോ ഇടുന്നതിലൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മള് നേരിട്ട് കാണാൻ ആദ്യമായിട്ടാണല്ലോ നമ്മുടെ നാട്ടിൽ കണ്ടിട്ട്. എല്ലാവരുടെ ആഗ്രഹമായിരുന്നു നേരാക്കി എടുക്കുക എന്നുള്ളത്. നമ്മള് കുറെ ഒരുപാട് എക്സ്പെൻസ് ആയിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതിന്. ഒരു 7-7.5 ലക്ഷം രൂപ ഇതുവരെ വന്നിട്ടുണ്ട്. എന്നാലെന്താ, ഡെയിലി നമുക്ക് ആസ്വദിച്ച് കുളിച്ചുകൂടെ? നമുക്കും നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ആളുകൾക്കൊക്കെ കുളിക്കാം അല്ലെ. ഒരാള് നിർമ്മിച്ചാണ് പെട്ടെന്ന് വിശ്വസിച്ചില്ല. പിന്നെ നിങ്ങളും കൂടി പറഞ്ഞപ്പോ പിന്നെ മണ്ണിങ്ങനെ ഇടിഞ്ഞു വീണ് അത്രയും മഴയുടെ സമയത്താണ് അയാൾ ചെയ്തത്. ഞാൻ വെള്ളത്തിലേക്ക് ചാടിയിട്ട് രക്ഷപ്പെട്ടതാ. ഒന്നിച്ച് ഇടിഞ്ഞ് ചാടിയിട്ട്. കുളമാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കുളം, തോട് ഒക്കെ ഉണ്ട്.